نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചരിത്ര കഥനങ്ങൾ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം മുതൽ പല പ്രവാചകന്മാരുടെയും പല സമൂഹങ്ങളുടെയും ചരിത്രം ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദ്, സമൂദ് സമുദായങ്ങൾ, അതേപോലെ അസ്ഹാബുൽ കഹ്ഫ്, സ്വാഹിബു യാസീൻ തുടങ്ങി പരിശുദ്ധ ഖുർആനിൽ വളരെ കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ചരിത്രമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം. അതേപോലെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഒക്കെ ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലായി കടന്നുപോയിട്ടുണ്ട്. അസ്ഹാബുൽ ഉഖ്ദൂദ്, വിശ്വാസികൾക്ക് ആവേശവും ഗുണപാഠവും നിറഞ്ഞ മറ്റൊരു ചരിത്ര സംഭവമാണ്.
അസ്ഹാബുൽ ഉഖ്ദൂദിന്റേത്. അതേപോലെ അസ്ഹാബുൽ ജന്ന, അള്ളാഹു ദുനിയാവിൽ സൗകര്യങ്ങൾ നൽകി പരീക്ഷിച്ച ആ ഒരു തോട്ടക്കാരുടെ ചരിത്രം. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാ? കേവലം ആസ്വാദനത്തിന് വേണ്ടിയല്ല എന്നുള്ളത് ഖുർആൻ തന്നെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. സൂറത്ത് യൂസുഫ് പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവ വികാസങ്ങളൊക്കെ ആ സൂറത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതിന്റെ അവസാനത്തെ ആയത്ത് 111-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് ലഖദ് ഖാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും യൂസുഫ് നബിയുടെ സഹോദരങ്ങളുടെയും ഒക്കെ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട്. ലി ഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. ആ പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ച ഒന്നും മാ കാന ഹദീസൻ യുഫ്തറ, അത് ആരെങ്കിലും ഒക്കെ അവരുടെ ഭാവനയിൽ കെട്ടിച്ചമച്ച ഒന്നല്ല. വലാകിൻ തസ്ദീഖൽ ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ. സത്യവിശ്വാസികളായ ആളുകൾക്ക് സന്മാർഗത്തിന്റെ വഴികളും അതേപോലെ തന്നെ പടച്ചറബിന്റെ കാരുണ്യവുമായി അള്ളാഹു വിശദമാക്കിയ പടച്ചറബിന്റെ കലാമാണ്, വചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ എന്നും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അഥവാ ഗുണപാഠങ്ങൾ പലതുമുണ്ട്, അത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം. അതേപോലെ ദീനിന്റെ ശരിയായ പാത പിൻപറ്റി മുന്നേറുവാനുള്ള ഇസ്തിഖാമത്തിന്റെ ഒരു പ്രചോദനം കൂടിയാണ് സച്ചരിതരായ മുൻഗാമികളുടെ ചരിത്രത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹത്തുക്കളായ അവരൊക്കെ ഈ രീതിയിൽ പരീക്ഷിക്കപ്പെടുകയും ആ പ്രതിസന്ധികളിലൊക്കെ അവർ വളരെയധികം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളിൽ ആശ്വാസവും പ്രതീക്ഷയും അതേപോലെ പതറാതെ മുന്നേറുവാനുള്ള കരുത്തുമൊക്കെ ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പകർന്നെടുക്കുവാൻ സാധിക്കും. സഹായികളും സഹകാരികളും ഇല്ലാതെ മതം അനുഷ്ഠിക്കുകയും പിൻപറ്റുകയും ചെയ്യുമ്പോൾ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ, അതിനുമപ്പുറം പീഡനങ്ങളും മർദ്ദനങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സത്യമെന്ന് ബോധ്യപ്പെട്ടത് സ്വീകരിച്ചതിന്റെ പേരിൽ ആളുകൾ ഒറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് മുൻഗാമികളുടെ ചരിത്രം അത് തെല്ലൊന്നുമല്ല ആശ്വാസവും പ്രചോദനവും നൽകുന്നത്. അബൂ അബ്ദില്ല ഇബ്നുൽ അഅറാബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലനാ ജുലസാഉൻ മാ നമല്ലു ഹദീസഹും, ഞങ്ങൾക്ക് ചില കൂട്ടുകാരുണ്ട്, അവരുടെ വർത്തമാനങ്ങൾ അവരുടെ സംസാരങ്ങൾ ഞങ്ങൾക്ക് മടുപ്പുളവാക്കുന്നതേയല്ല. അലിബ്ബാഉ മഅ്മൂന ഗൈബൻ വമഷ്ഹദ, അവർ ഞങ്ങളുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ഞങ്ങൾക്ക് വിശ്വസ്തരായ ബുദ്ധിജീവികളാണ്, ഞങ്ങൾക്ക് നന്മകൾ പറഞ്ഞു തരുന്ന ആളുകളാണ്. യുഫീദൂനനാ മിൻ ഇൽമിഹിം ഇൽമ മാ മള, കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ കഴിഞ്ഞുപോയ ചരിത്രത്തിന്റെ ഗുണപാഠങ്ങളും അറിവുകളും ഞങ്ങൾക്ക് അവർ സമ്മാനിക്കുന്നു. വഅഖ്ലം വതഅദീബൻ വറഅയം മുസദ്ദദ, അതേപോലെ തികഞ്ഞ ബുദ്ധിയും വിവേകവും ഞങ്ങൾക്ക് അതിലൂടെ പഠിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. അദബും മര്യാദയും എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്കതിലൂടെ ഗ്രഹിക്കുവാൻ സാധിക്കുന്നുണ്ട്. ശരിയായ മാർഗവും അഭിപ്രായങ്ങളും എന്താണ് എന്നതും അവരുടെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള ചില കൂട്ടുകാർ, ചില സച്ചരിതരായ മുൻഗാമികൾ ഞങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് അർത്ഥവത്തായ വരികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സത്യവിശ്വാസികൾക്കും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അവർക്ക് താങ്ങായി ആശ്വാസമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കുകയാണ്. സൂറത്ത് ഹൂദിലെ 120-ാമത്തെ വചനത്തിൽ വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ, പ്രവാചകരെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ മുർസലീങ്ങളുടെ ചരിത്രങ്ങൾ, പാഠങ്ങൾ നാം താങ്കൾക്ക് വിശദീകരിച്ചു തരുന്നത് മാ നുസബ്ബിതു ബിഹി ഫുആദക്, താങ്കളുടെ മനസ്സ് പതറിപ്പോകാതെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകുവാൻ വേണ്ടിയിട്ടാണ് എന്ന് ഖുർആൻ പറഞ്ഞത് ശ്രദ്ധേയമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടക്കാരെ അടുത്തറിയുവാൻ അതിലൂടെ നമുക്ക് സാധിക്കും. അവരെ മാതൃകയാക്കുവാനും അവരുടെ മാതൃകകൾ പിൻപറ്റുവാനും ആ ചരിത്ര പഠനത്തിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി, ഖുർആൻ പറഞ്ഞതുപോലെ
നിരവധി പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉണർത്തിയതിനു ശേഷം 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 90-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് ഉലൈകൽ ലദീന ഹദല്ലാഹ്, അല്ലാഹു ഹിദായത്തിലാക്കിയ, അല്ലാഹു സന്മാർഗം കനിഞ്ഞരുളിയ ആളുകളാണവർ. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ സന്മാർഗം നിങ്ങൾ പഠിച്ചറിഞ്ഞ് പിൻപറ്റണം എന്നാണ് അവിടെ ഖുർആൻ ഉണർത്തിയത്. അതേപോലെ തന്നെ മഹാനായ പണ്ഡിതൻ ജുനൈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വാക്കുകൾ കേൾക്കുവാൻ നമുക്ക് സാധിക്കും. അൽ ഹികായാതു ജുൻദും മിൻ ജുനൂദില്ലാഹി അസ്സ വജൽ, പടച്ച റബ്ബ് പറഞ്ഞു തന്ന ചരിത്ര കഥനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച മുൻഗാമികളുടെ സംഭവങ്ങൾ ഒക്കെ പടച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള പട്ടാളക്കാരാണ്, സൈന്യമാണ്. യുഖവ്വി ബിഹാ ഈമാനൽ മുരീദീൻ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഈമാനിന് കരുത്തു പകരുന്ന പട്ടാളമാണ്, സൈന്യമാണ് ആ ചരിത്ര കഥനങ്ങൾ എന്ന് ഇമാം ജുനൈദ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ചരിത്രം പഠിക്കുമ്പോൾ സ്വന്തത്തോടുള്ള ജിഹാദിന് നമുക്കത് കരുത്തു പകരും. നമ്മുടെ വീഴ്ചകളും കുറവുകളും മനസ്സിലാക്കുവാനും അമിതമായ ആത്മവിശ്വാസം വേണ്ട എന്ന് തിരുത്തുവാനും ഒക്കെ അതിലൂടെ സാധിക്കും. മൻ നളറ ഫീ സിയരി സലഫ് അറഫ തഖ്സീറഹു വതഖല്ലുഫഹു അൻ ദറജാതിർ റിജാൽ, ആരെങ്കിലും സച്ചരിതരായ മുൻഗാമികളുടെ സലഫുസ്സാലിഹീങ്ങളുടെ ചരിത്രം ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ഒരു പഠനത്തിന് വേണ്ടി പരിശോധിക്കുന്നുവെങ്കിൽ തീർച്ചയായും അയാൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അറഫ തഖ്സീറഹു, തന്റെ വീഴ്ചകൾ, കുറവുകൾ, വതഖല്ലുഫഹു അൻ ദറജാതിർ റിജാൽ, ആ നല്ലവരായ ആളുകളുടെ പദവിയിൽ നിന്ന് ഞാനൊക്കെ എത്രയോ പിന്നാക്കമാണ് എന്ന് ഒരു ബോധോദയമുണ്ടാകാൻ, നന്മയിലേക്ക് തിരിച്ചു നടക്കാൻ, തിന്മയിൽ നിന്ന് പിന്മാറി സഞ്ചരിക്കുവാൻ അതൊക്കെ അവർക്ക് സഹായിക്കുമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. സത്യപാതയിൽ നിലയുറപ്പിച്ചവർക്ക് പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നത് ഖുർആൻ അടിക്കടി ഉണർത്തിയ ഒരു യാഥാർത്ഥ്യമാണ്. പരീക്ഷണങ്ങൾ ഈ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നത് ഖുർആൻ പലപ്പോഴായി ഉണർത്തിയിട്ടുണ്ട്. അത് പല വിധത്തിലുണ്ടാകും. ചിലപ്പോൾ രോഗങ്ങളായിട്ടായിരിക്കും, മറ്റു ചിലപ്പോൾ ദാരിദ്ര്യമായിട്ടായിരിക്കും, അതുമല്ലെങ്കിൽ ശത്രുക്കളെ കൊണ്ടായിരിക്കും. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കൾക്ക് ആധിപത്യവും അധികാരവും നൽകിക്കൊണ്ടായിരിക്കും. അവിടെയെല്ലാം പിടിച്ചു നിൽക്കുവാനും നേരായ പാതയിലൂടെ സഞ്ചരിക്കുവാനും സച്ചരിതരായ മുൻഗാമികളുടെ ചരിത്രം വിശ്വാസികൾക്ക് ആശ്വാസം പകരും എന്നാണ് ഖുർആൻ ഉണർത്തിയത്. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ വചനം അള്ളാഹു ചോദിക്കുകയാണ്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടന്നു കളയാമെന്ന് വ്യാമോഹിക്കുകയാണോ, കണക്കുകൂട്ടിയിരിക്കുകയാണോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലഉ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ ചരിത്രവും അവരെ പോലെയുള്ള അനുഭവങ്ങളും ഒന്നും നിങ്ങൾക്ക് വരാതെ നിങ്ങൾ അങ്ങനെ ചുളിവിൽ കഴിച്ചിലാകാം, സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കയറാം എന്ന് വിചാരിക്കുകയാണോ? മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ, അവർക്ക് ദുരിതങ്ങൾ ബാധിച്ചിട്ടുണ്ട്, ദാരിദ്ര്യമുണ്ടായിട്ടുണ്ട്, രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വസുൽസിലു, അവർ കിടുകിട വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു, എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവരിൽ ഉണ്ടായിരുന്ന പ്രവാചകനും ആ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളും അടക്കം പറയുമാറ്, മത്താ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം നമുക്ക് എപ്പോഴാണ് കിട്ടുക എന്നവർ സങ്കടത്തോടുകൂടി പടച്ചവരിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ചോദിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അറിയുക, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. മഹത്തുക്കളൊന്നും ഉന്നതമായ പദവികളിൽ എത്തിയത് വെറുതെ ഇരുന്നിട്ടല്ല, കഠിനാധ്വാനം ചെയ്തിട്ടാണ്. ക്ഷമയുടെയും സഹനത്തിന്റെയും മാർഗത്തിലൂടെ അവർ കടന്നുപോയത് കൊണ്ടാണ് എന്ന് ചരിത്രം നമ്മെ തെര്യപ്പെടുത്തുന്നുണ്ട്. ദീൻ മുറുകെ പിടിക്കുവാൻ അവർ തയ്യാറായി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഫകാന ദീനു അഹദിഹിം അഗ്ലാ അലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, അവരിൽ ഓരോരുത്തരുടെയും അടുക്കൽ അള്ളാഹു അവർക്ക് കൊടുത്ത ഹിദായത്ത്, അള്ളാഹു അവരിലേക്ക് ഇറക്കിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവർക്ക് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു, അമൂല്യമായിരുന്നു. അവരുടെ സ്വന്തം മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, സർവ്വജനങ്ങളെക്കാളും ദുനിയാവിലെ വിലപിടിപ്പുള്ള എല്ലാറ്റിനേക്കാളും അവർക്ക് ദീൻ കൈവിടുക എന്ന് പറഞ്ഞാൽ അസഹ്യമായിരുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ ചോദിച്ചത്, അഹസിബന്നാസ് അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, മനുഷ്യന്മാർ വിചാരിക്കുകയാണോ അൻ യുത്റകൂ, അവരങ്ങനെ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്,
അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ തൗഹീദിന്റെ അഹ്ലുകാരാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ അവർക്കിനി ഒരു പരീക്ഷണവും പ്രയാസവും ഒന്നും ഉണ്ടാവുകയില്ല എന്ന് ആളുകൾ കരുതിയിരിക്കുകയാണോ? വഹും ലാ യുഫ്തനൂൻ, അവർക്ക് ഫിത്ന വരാതെ, അവരെ പരീക്ഷിക്കപ്പെടാതെ. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, തീർച്ചയായും അവർക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ, ആ വാദഗതികളിലൊക്കെ ആദർശത്തിൽ സത്യതയുള്ളവരാരാണ് എന്ന് പടച്ചറബ് പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ട്. വലയഅലമന്നൽ കാദിബീൻ, അതേപോലെ വ്യാജവാദികൾ ആരൊക്കെയാണ് എന്നും പടച്ചറബ് അറിയുക തന്നെ ചെയ്യും. അഥവാ അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. ചരിത്രത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞു തരുമ്പോൾ വിശ്വാസികൾക്ക് കരുത്തു പകരുന്ന, അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ ബോധ്യപ്പെട്ട സത്യം ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അതുവരെയും ഫറോവയുടെ കൂടെ നിന്നിരുന്ന സാഹചര്യങ്ങൾക്കുണ്ടായിരുന്ന പരീക്ഷണവും പ്രയാസങ്ങളും ഖുർആൻ വിശദീകരിക്കുകയാണ്. ആ ഫിറഔൻ തന്നെ ആക്രോശിച്ചുകൊണ്ട് അവരോട് പ്രഖ്യാപിച്ചു, നിങ്ങളുടെ കൈകളും കാലുകളും എതിർചേരിയിൽ ഞാൻ കൊത്തി നുറുക്കും, വെട്ടിമുറിക്കും എന്ന് പറഞ്ഞപ്പോൾ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നേരിൽ കണ്ട് ആ മുഅ്ജിസത്തുകൾ അനുഭവിച്ചറിഞ്ഞ് സത്യപ്രവാചകന്റെ ആദർശത്തെ പുൽകിയ അവർ ധൈര്യസമേതം വിളിച്ചു പറഞ്ഞു, ഫഖ്ളി മാ അൻത ഖാൽ ഇന്നമാ തഖ്ളി ഹാദിഹിൽ ഹയാത്തിദ് ദുനിയ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്റെ കഴിവും അധികാരവും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതല്ലേ നിനക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്തുകൊള്ളൂ. അധികാരത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഫറോവ എന്ന കിങ്കരിയായ പോക്കിരിയായ രാജാവിന്റെ മുഖത്ത് നോക്കി അവർക്ക് പറയുവാൻ സാധിച്ചത് ആ ഈമാനിന്റെ കരുത്തുകൊണ്ടാണ്. അതുകൊണ്ട് പീഡനങ്ങളും മർദ്ദനങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നേരിടുന്നവർ അവര് മോശക്കാരാണ് എന്ന് ആരും ധരിക്കേണ്ടതില്ല. എല്ലാവരും മോശക്കാരാണ്, പ്രയാസങ്ങളില്ലാത്ത നമ്മളാണ് നല്ലവർ എന്ന് കരുതേണ്ടതില്ല. ചരിത്രം പറഞ്ഞു തരുന്ന വലിയൊരു പാഠമാണിത്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അസ്ഹാബുൽ ഉഖ്ദൂദ്, ഹിദങ്ങിന്റെ ആളുകൾ. എന്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ഒരു വിഭാഗം ആളുകൾ ഭൂമിയിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കി, കിടങ്ങുകൾ ഉണ്ടാക്കി, എന്നിട്ട് സത്യവിശ്വാസികളായ ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് ആ വിശ്വാസവും ആദർശവും ഒഴിവാക്കുവാൻ തയ്യാറല്ല എങ്കിൽ അവരെ അതിലേക്ക് വലിച്ചെറിയുകയും അന്നാരി ദാത്തിൽ വഖൂദ്, ആ കിടങ്ങുകളിൽ അവർ ഇന്ധനങ്ങൾ ഒഴിച്ച് വിറകുകൾ നിറച്ച് ആളിക്കത്തിക്കുന്ന തീയുണ്ടാക്കുകയും അതിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുകയായിരുന്നു. ഇദ്ഹും അലൈഹാ ഖുഊദ്, എന്നിട്ട് അവരാണെങ്കിൽ ജീവനുള്ള മനുഷ്യന്മാർ അതിൽ ഞെരിഞ്ഞമരുന്നത് അവരുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് ഒരു സാഡിസ്റ്റ് മനോഗതിയിൽ സന്തോഷിക്കുന്ന, ആർത്തട്ടഹസിക്കുന്ന ആളുകളുടെ ചരിത്രമാണ് ഖുർആൻ പറഞ്ഞത്. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, സത്യവിശ്വാസികളായ ആളുകളെ അങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന് വിശ്വാസം കൈയൊഴിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് അവരുടെ മറുപടിയെങ്കിൽ അവരെ ആ കുടിച്ചുണ്ടാക്കിയിട്ടുള്ള അഗ്നിയുടെ കുണ്ടാരത്തിലേക്ക്, തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയും അതിൽ സന്തോഷിക്കുകയും അട്ടഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരത് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അജയ്യനും സ്തുത്യർഹനുമായ പടച്ചറബിൽ വിശ്വസിച്ചു എന്നല്ലാതെ ഒരു അപരാധവും അവർ ചെയ്തിട്ടില്ല. സൂറത്തുൽ ബുറൂജിലെ 4 മുതൽ 8 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് ആ ചരിത്രം വായിക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അനുഭവിച്ച ത്യാഗങ്ങളും പീഡനങ്ങളും എത്രയാണ് എന്നറിയുമോ? ഇരുമ്പ് ദണ്ട് ചൂടാക്കി പച്ച ഇറച്ചിയിലേക്ക് ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുമായിരുന്നു ഖബ്ബാബ് ബിൻ അൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെ. അതുപോലെ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ മലർത്തിക്കിടത്തി പാറക്കല്ല് നെഞ്ചിൽ വെച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോയിരുന്നു അവരിൽ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ പോലെ. അവർ തന്നെ പറയുന്നുണ്ട് ആ ചരിത്രം, ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബയുടെ തണലിൽ ഒരു പുതപ്പിൽ തലങ്ങണിയായി വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുമ്പോൾ ശകൗന ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ചെന്ന പ്രവാചകനോട് പരാതി പറഞ്ഞു, ആവലാതിപ്പെട്ടു. എന്താണ് കാരണം? ഖുൽനാ ലഹു അലാ തസ്തൻസിറു ലനാ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് സഹായം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ഔ തദ്ഉല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നില്ലേ?
അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നില്ലേ? ഞങ്ങൾക്ക് സഹായത്തിനും രക്ഷയ്ക്കും വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുന്നില്ലേ? പൊട്ടിപ്പൊളിഞ്ഞ പുറവുമായി, ശരീരത്തിന്റെ വ്രണം നിറഞ്ഞ മുറിവുകൾ ഉണങ്ങാത്ത ശരീരങ്ങളുമായി, വേദനകൾ കടിച്ചമർത്ത് വിശ്വാസത്തിന്റെ പാതയിൽ അടിയുറച്ച വിശ്വാസികൾ സ്വഹാബത്ത് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് എഴുന്നേറ്റിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളുത്ത മുഖം ചുവന്ന് തുടുത്തു. എന്നിട്ട് പറഞ്ഞു, കാന റജുലു ഫീമൻ ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ ഉണ്ടായിരുന്നു, അവരെ കൊണ്ടുവരും, യുഹ്ഫറു ലഹു ഫിൽ അർള്, എന്നിട്ട് ഭൂമിയിൽ കുഴിയുണ്ടാക്കി ആ കുഴിയിൽ ഇറക്കി നിർത്തും, ഫയുജഅലു ഫീഹി ഫയുജാഉ ബിൽ മിൻഷാർ, എന്നിട്ട് ഈർച്ചവാൾ, മൂർച്ചയുള്ള വാള് കൊണ്ടുവരും, ഫയുളഉ അലാ റഅസിഹി, എന്നിട്ട് അവരുടെ മൂർധാവിൽ വെക്കും, ഫയുശഖു ബിസ്നതൈൻ, എന്നിട്ട് അങ്ങനെ പിളർത്തി രണ്ടാക്കി ആ മനുഷ്യനെ, ജീവനുള്ള മനുഷ്യനെ നെടുകെ ഛേദിച്ച ചരിത്രമുണ്ടായിട്ടുണ്ട്. വമാ യസുദ്ദുഹു ദാലിക അൻ ദീനി, പക്ഷേ അതൊന്നും അവരെ അള്ളാഹു കനിഞ്ഞരളിയ ദീനിൽ നിന്ന് കടുകട വ്യതിചലിപ്പിക്കുവാൻ പറ്റുന്നതായിരുന്നില്ല. വയുംശതു ബി അംശാത്തിൽ ഹദീദ്, അതേപോലെ തന്നെ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ടുവന്ന് അവര് വാർന്നെടുക്കുമായിരുന്നു. മാദൂന ലഹ്മിഹി മിൻ അൽമ, മാംസം വേറെ എല്ല് വേറെ, അങ്ങനെ പച്ചയായ ജീവനുള്ള മനുഷ്യന്മാരെ കെട്ടിയിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് മാംസവും എല്ലുകളും ഈർന്ന് വാർന്നെടുക്കുന്ന ചരിത്രമുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, വമാ യസുദ്ദുഹു ദാലിക അൻ ദീനി, എന്നിട്ടും അവർ ആ ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടില്ല, മതം ഒഴിവാക്കുവാൻ അവർക്ക് സാധിച്ചില്ല. വല്ലാഹി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വർത്തമാനം, പടച്ച റബ്ബ് തന്നെയാണ് സത്യം, ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ, ഈ ദീൻ അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹു ഉദ്ദേശിച്ച അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. പക്ഷേ വലാകിന്നകും ഖൗമുൻ തസ്തഅജിലൂൻ, എന്നാൽ നിങ്ങളാകട്ടെ ധൃതി കൂട്ടുകയാണ്, തിടുക്കം കാണിക്കുകയാണ് എന്ന്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, ആരോടാണ് ഈ പറഞ്ഞത്? എസിയിൽ സുഖമായിരുന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിനോദങ്ങളിലും സന്തോഷങ്ങളിലും ഏർപ്പെട്ട് മുസ്ലിമാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ആളുകളെ നോക്കിയിട്ടല്ല, ത്യാഗത്തിന്റെ തീച്ചൂളകളിലൂടെ കടന്നുപോയ സ്വഹാബത്തിനെ നോക്കിയിട്ടാണ്. ഖബ്ബാബിനെയും ബിലാലിനെയും യാസറിനെയും അതേപോലെ തന്നെ അമ്മാറിനെയും സുമയ്യയെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇസ്ലാമിന്റെ മാർഗത്തിൽ ജീവനും സമ്പത്തും എല്ലാം നൽകിയ ആ സ്വഹാബത്തിനെ നോക്കിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞതെങ്കിൽ, സഹോദരങ്ങളെ, നമ്മളൊക്കെ എത്രമാത്രം പാടുപെടേണ്ടതുണ്ട്, പണിയെടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. ദീനിന്റെ പേരിൽ ചെറിയൊരു പ്രയാസങ്ങൾ വരുമ്പോഴേക്കും, ചെറിയൊരു പരീക്ഷണം വരുമ്പോഴേക്കും, എന്നാൽ ദീൻ ഒഴിവാക്കാമെന്ന് തീരുമാനിക്കുന്ന ഘട്ടങ്ങളിൽ നാം ആലോചിക്കണം. സ്വഹാബത്തിന്റെ ചരിത്രം മാത്രമല്ല, ഇനി ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇമാമിയങ്ങളുടെ ചരിത്രത്തിൽ പലതും കാണുവാൻ സാധിക്കും. കാഫിരീങ്ങളല്ല പലപ്പോഴും പലരെയും മർദ്ദിച്ചത്. ഇമാമിയങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അസൂയക്കാരായ പല ആളുകളും അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ബിദ്അത്തിന്റെ ആളുകൾ അവരുടെ കയ്യൂക്കും സാമർഥ്യവും എമ്പാടും വിനിയോഗിച്ചിട്ടുണ്ട്. ഭരണകർത്താക്കളായി വന്നിട്ടുള്ള ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് ഇമാമിയങ്ങളെ ജയിലിലടക്കുകയും ചാട്ടവാറ് കൊണ്ട് അടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത ധാരാളം സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഇമാമിയങ്ങൾ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഹിജറ 218 ഖൽഖുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു വലിയ ഫിത്ന നടക്കുകയാണ്. അഥവാ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അത് സൃഷ്ടിയാണ് എന്ന് പറയുന്ന പുതിയൊരു വാദവുമായി അഹ്മദ് ബിൻ അബി ദുആദ് എന്ന് പറയുന്ന മുഅ്തസിലി ആശയം തലക്ക് പിടിച്ച ഒരു മനുഷ്യൻ, അയാൾ വന്ന് ഒരു ഫിത്നയുമായി കടന്നു വന്നപ്പോൾ അയാൾക്ക് ഖലീഫയുടെ അടുക്കലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, മഅ്മൂനിനെ സ്വാധീനിച്ചുകൊണ്ട്, അങ്ങനെ ഖലീഫ മഅ്മൂൻ പണ്ഡിതന്മാരെ പരീക്ഷിക്കുവാൻ ഉത്തരവിട്ടു. വിസമ്മതിച്ചാൽ ചാട്ടവാറ് കൊണ്ട് അടിക്കുവാനും അതേപോലെ തന്നെ ചങ്ങലക്കിട്ട് ആ രാജാവിന്റെ ഭരണാധികാരിയുടെ മുന്നിൽ ഹാജരാക്കുവാനുമുള്ള ഓർഡറായപ്പോൾ പലരും പേടിച്ച് പിന്മാറി. ഇമാമ് പറയുന്നതല്ല, ഖലീഫയുടെ വാക്കുകളല്ല ശരി. അതേപോലെ അഹ്മദ് ബിൻ അബി ദുആദ് എന്ന് പറയുന്ന പിഴച്ച കക്ഷിയുടെ നേതാവ് പറയുന്നതല്ല സത്യം എന്നറിഞ്ഞിട്ടും ജീവനിൽ പേടിച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേണ്ട എന്ന് വിചാരിച്ച് പലരും പിന്മാറിയപ്പോൾ
പല തന്ത്രങ്ങളും പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കുറുക്കുവഴികൾ പരുതിയപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ധീരോദാത്തമായി ഉറച്ചു നിന്ന ചരിത്രം വിശ്വാസികൾക്കും പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഒരുപോലെ പാഠവും ആവേശവും നൽകുന്ന ചരിത്രമാണ്. അങ്ങനെ മഅ്മൂനിന് ശേഷം മുഅ്തസിമ് ഖിലാഫത്ത് കൈയാളിയപ്പോൾ അവിടെയും ഇബ്നു അബീ ദുആദ് ചെന്ന് സ്വാധീനിച്ചു. 2 വർഷത്തിലധികം മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ജയിലിൽ അടക്കപ്പെടുകയും ചാട്ടവാറ് കൊണ്ട് അടിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തെ ശക്തമായ ചങ്ങലകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുകയും ചെയ്ത ചരിത്രം അതിന്റെ ആളുകൾ തന്നെ പറയുകയാണ്. ആ അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാമു അഹ്ലി സുന്ന എന്ന് ഇസ്ലാമിക ലോകത്താകമാനം അറിയപ്പെട്ട അഹ്ലുസുന്നയുടെ ഇമാമ് അറിയപ്പെടുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പ്രഹരിച്ചവരിൽ ഒരാൾ പറയുകയാണ്, ലഖദ് ലറബ്തു അഹ്മദ 80 സൗത. 80 അടി ശക്തമായ ചാട്ടവാറുകൾ കൊണ്ട് 80ഓളം അടികൾ ഞാൻ ശക്തമായി അടിച്ചു അദ്ദേഹത്തെ. ലൗ ലറബ്തുഹു ഫീലൻ ലഹദതുഹു. അത് എങ്ങാനും ഒരു ആനയെയാണ് ഞാൻ പ്രഹരിച്ചിരുന്നതെങ്കിൽ ഞാൻ ക്ഷണിക്കുന്നതിലേക്ക് കീഴ്പ്പെട്ടു വരുമായിരുന്നു ആ ആന. പക്ഷേ ആനയേക്കാൾ ശക്തമായി, പർവ്വതത്തെക്കാൾ ശക്തമായ രീതിയിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഉറച്ചു നിന്നു എന്നതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തോട് അല്പം കനിവ് കാണിച്ച മുഅ്തസിം ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തോട് നിങ്ങൾക്കിതൊന്ന് പറഞ്ഞുകൂടെ, ഇതൊന്ന് അംഗീകരിച്ചുകൂടെ? നിങ്ങളും ഈ ആശയത്തിലേക്ക് വരികയാണെങ്കിൽ എന്റെ കൊട്ടാരത്തിൽ വലിയ സ്ഥാനമാനങ്ങളും ആദരവും അംഗീകാരങ്ങളും ഒക്കെ നൽകാം എന്ന് പറയുമ്പോൾ ആ അവശതയിലും ഭാരങ്ങളും പീഡനങ്ങളും പേറിക്കൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ കാണാം. യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അഅതൂനി ശൈഅൻ മിൻ കിതാബില്ലാഹ് ഔ സുന്നത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയുന്ന വാദത്തിന് പിൻബലമായി പരിശുദ്ധ ഖുർആനിൽ നിന്നോ തിരുസുന്നത്തിൽ നിന്നോ എന്തെങ്കിലും ഒന്ന് രേഖയായി തെളിവായി കൊണ്ടുവന്ന് തരികയാണെങ്കിൽ ഞാനത് സ്വീകരിക്കാമായിരുന്നു. തെളിവില്ലാത്തിടത്തോളം ന്യായങ്ങൾ പലതും അവർ തിരുത്തുകയാണെങ്കിൽ അവർ പറഞ്ഞതെന്താ? ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന്. അപ്പോൾ അദ്ദേഹത്തെയും അതേപോലെ തന്നെ ഇബ്നു അബീ ദുആദ് എന്ന് പറയുന്ന ബിദ്അത്തിന്റെ നേതാവിനെയും ഒരു റൂമിലാക്കിക്കൊണ്ട് മുഅ്തസിം ഒരു ചർച്ചയ്ക്ക് വേദിയൊരുക്കുകയാണ്. അപ്പോൾ ആ ബിദ്അത്തിന്റെ മുഅ്തസിലി ആശയത്തിന്റെ നേതാവ് ചോദിച്ചു, മാ തഖൂലു ഫിൽ ഖുർആൻ, ഖുർആനിനെ സംബന്ധിച്ച് ഇമാം അഹ്മദ് താങ്കൾ എന്താണ് പറയുന്നത്? ഫലം ഉജിബ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്നെ വിശദീകരിക്കുകയാണ്, ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഫഖാലൽ മുഅ്തസിം, അപ്പോൾ മുഅ്തസിം എന്നോട് പറഞ്ഞു, അജിബുഹു, മറുപടി പറഞ്ഞോളൂ. പക്ഷേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അല്പം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, മാ തഖൂലു ഫിൽ ഇൽം, അള്ളാഹുവിന്റെ അറിവിനെ സംബന്ധിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? അത് സൃഷ്ടിയാണെന്നാണോ സൃഷ്ടിയല്ല എന്നാണോ? അപ്പോൾ ഫസക്കത്ത്, അയാളും മിണ്ടാതിരുന്നു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അഥവാ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഖുർആനു മിൻ ഇൽമില്ലാ, അള്ളാഹുവിന്റെ വിശാലമായ ഇൽമിന്റെ ഭാഗമാണ് പരിശുദ്ധ ഖുർആനും. വമൻ സഅമ അന്ന ഇൽമല്ലാഹി മഖ്ലൂഖ്, പടച്ച റബ്ബിന്റെ അറിവ് എന്നത് ഒരു സൃഷ്ടിയാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ ഫഖദ് കഫറ ബില്ലാഹ്, അയാൾ അള്ളാഹുവിൽ അവിശ്വസിച്ചവനാണ്. അത് പറഞ്ഞതോടുകൂടി ഫസക്കത്ത്, വാദിക്കാൻ വന്ന സംവദിക്കുവാൻ വന്ന നേതാവ് മൗനിയായി മിണ്ടാട്ടം മുട്ടി എന്നാണ്. അങ്ങനെ ശക്തമായി തെളിവുകളുടെയും അതേപോലെ ന്യായത്തിന്റെയും കൂടെ അടിയുറച്ചതിന്റെ പേരിൽ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും അലിബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അഅസ്സല്ലാഹുദ്ദീന, ഈ പരിശുദ്ധ ഇസ്ലാമിന് അല്ലാഹു ഇസ്സത്ത് നൽകിയിട്ടുണ്ട്. ബിസ്സിദ്ദീഖ് യൗമർ റിദ്ദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യോഗാനന്തരം കുറെ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പിന്മാറിപ്പോയപ്പോൾ ആ റിദ്ദത്തിന്റെ മുർത്തദ്ദായ ആളുകളെ നേരിടുന്ന വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്റ്റേണായി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചതിലൂടെ അല്ലാഹു ഇസ്ലാമിന് ഇസ്സത്ത് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ വബി അഹ്മദ യൗമൽ മിഹ്ന, ഈ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിലൂടെ അഹ്ലുസുന്നയെ, ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശത്തെ അല്ലാഹു ആദരിക്കുകയും അന്തസ്സ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് പിൽക്കാല പണ്ഡിതന്മാർ അനുസ്മരിക്കുകയാണ്. അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിലെ ചരിത്രം,
അതേപോലെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ ജയിലിൽ കിടന്ന എത്രയോ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രയാസങ്ങളാണ് അദ്ദേഹത്തിന് വന്നത്. ചിലപ്പോൾ മിൻ സുൽത്താനിൻ ജായിർ, പോക്കിരിയായ അക്രമിയായ ഭരണാധികാരികളാണ് ചിലപ്പോൾ മറുപക്ഷത്തുള്ളതെങ്കിൽ, ചിലപ്പോൾ ലിഫഖീഹിൻ മുതഅസ്സിബ്, പക്ഷപാതിയായ തന്റെ നിലപാടിനെ മാത്രം ന്യായീകരിക്കുന്ന പക്ഷപാതിത്വത്തിന്റെ പണ്ഡിതന്മാരെ കൊണ്ട് അദ്ദേഹത്തെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ വലിഹാസിദിൻ ഹാഖിദ്, തികഞ്ഞ അസൂയയും ശത്രുതയുമുള്ള ആളുകളെ കൊണ്ടും ഈ പണ്ഡിതന്മാർക്കൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ അവർ സഹിച്ചതും ക്ഷമിച്ചതും പരലോകം സത്യമാണ് എന്നുള്ള തിരിച്ചറിവിലൂടെ പടച്ചറബിന്റെ ദീനിനു വേണ്ടി അവർ ഒരു കാര്യവും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല എന്ന രീതിയിൽ ബോധ്യപ്പെട്ട ഹക്കിന്റെ കൂടെ ഉറച്ചു നിന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സർവശക്തനായ അള്ളാഹു ആ ശരിയായ പാതയിലൂടെ മരണം വരെയും മുന്നേറുവാനുള്ള ത്വാഖത്തും തൗഫീഖും നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അവന്റെ ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതുപോലെ കാലം മുന്നോട്ട് പോകുമ്പോൾ പിൽക്കാലത്ത് വരുന്ന ചില ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. യുസ്ബിഹുർ റജുലു മുഅ്മിന, ചില ആളുകൾ രാവിലെ വിശ്വാസിയായിരിക്കും. വയുംസി കാഫിറ, വൈകുന്നേരമാകുമ്പോഴേക്കും അവിശ്വാസിയായിട്ടുണ്ടാകും. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, വേറെ ചില ആളുകൾ വൈകുന്നേരം വിശ്വാസിയാകും, രാവിലെയാകുമ്പോൾ കാഫിറായിട്ടുണ്ടാകും. എന്താണ് കാരണം? യബീഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ, ദുനിയാവിന്റെ ചില്ലിക്കാശികൾക്ക് വേണ്ടി, എല്ലിൻ കഷ്ണങ്ങൾക്ക് വേണ്ടി ദീൻ അവർ വിറ്റുകളയുവാൻ മടി കാണിക്കാത്ത ആളുകൾ പിൽക്കാലത്തുണ്ടാകുമെന്നാണ്. നമ്മൾ നേരത്തെ കേട്ട ചരിത്രം ദീൻ ഏറ്റവും വലിയ വില കൽപ്പിച്ച സംഗതിയായി, അമൂല്യമായ സംഗതിയായി കണ്ടുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ ലവലേശം വിട്ടുവീഴ്ചക്ക് ആരുടെ മുന്നിലും തയ്യാറാകാത്ത ആദർശവാദികളായ വിശുദ്ധരായ പ്രവാചകന്മാരുടെയും സ്വഹാബത്തിന്റെയും സച്ചരിതരായ മുൻഗാമികളുടെയും ചരിത്രമാണെങ്കിൽ, പിൽക്കാലത്ത് ചില ആളുകൾ വരും, അവർക്ക് ദീനൊരു വിഷയമേ അല്ല. നിസ്സാരമായ കാര്യങ്ങൾക്ക് ദീൻ ഫ്ലെക്സിബിളായി ഒരു എലാസ്റ്റിക് പോലെ ചാച്ചും ചെരിച്ചും വലിച്ചു നീട്ടി എങ്ങോട്ട് വേണമെങ്കിലും കെട്ടുവാൻ പറ്റുന്ന രീതിയിൽ. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം, നമ്മൾ ഏത് ഭാഗത്താണ് എന്ന്. ഇന്ന സ്ഥാപനത്തിൽ ജോലി കിട്ടുകയില്ല എന്ന് ആരെങ്കിലും നമ്മളോട് തിട്ടൂരം പറഞ്ഞാൽ, എങ്ങനെയാണെങ്കിൽ, നിങ്ങൾ ഇസ്ലാമികമായ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് താടി നിങ്ങൾ നീട്ടി വളർത്തുകയാണെങ്കിൽ, നിസ്കാരം നിങ്ങൾ മുടക്കാത്ത ആളുകളാണ് എങ്കിൽ, നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ വലിയ സാലറിയിൽ, വലിയ സ്റ്റാറ്റസിൽ ജോലിയില്ല എന്ന് പറയുമ്പോൾ പല ആളുകളുടെയും നിലപാടെന്താ? ഓ, കുഴപ്പമില്ല, അതൊക്കെ ഈമാനും ഇസ്ലാമും ഒക്കെ എന്റെ മനസ്സിലാണുള്ളത്. താടിയില്ലെങ്കിൽ എന്താ, വസ്ത്രമില്ലെങ്കിൽ എന്താ, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ എന്താ എന്ന രീതിയിൽ ദീൻ നിസ്സാരമായ ദുനിയാവിന്റെ വിഭവങ്ങൾക്ക് മുമ്പിൽ ദീൻ പണയപ്പെടുത്താൻ, വിറ്റുകളയാൻ തയ്യാറല്ലാത്ത ആളുകൾ ഖിയാമത്തിന്റെ അലാമത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മക്കളെ പല സ്ഥാപനങ്ങളിലേക്കും പഠിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നാക്കുമ്പോൾ, ഇന്ന സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ സ്കാഫ് പറ്റുകയില്ല, അതേപോലെ തന്നെ അവർ ധരിക്കുന്ന ഹിജാബും മക്കനയും ഒന്നും പാടില്ല, മുസ്ലിം ഐഡന്റിറ്റി എല്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ, ഓ എന്താ കുഴപ്പം, അതിനൊന്നും പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ, അവർ ഒന്ന് കുനിയാൻ പറയുമ്പോഴേക്കും മുട്ടിലിഴയാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഉമ്മത്തായി നമ്മൾ അധപ്പതിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, പിന്നെ എവിടെയാണ് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന് ഇസ്സത്തുണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മൾ ഇസ്ലാമിന്റെ അഖീദ പഠിച്ചിട്ടില്ല, അഥവാ നമുക്ക് റിസ്ക് നൽകുന്നത്
ആ ഇന്ന സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികളിലൂടെ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ, ഉന്നതരാവുകയുള്ളൂ എന്നാരും ധരിക്കേണ്ടതില്ല. ആ ഉന്നതമായ സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ മാത്രമേ ഞാൻ പട്ടിണിയില്ലാതെ എന്റെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നും ആരും കരുതേണ്ടതില്ല. എത്ര വലിയ കൊലകൊമ്പനും പടച്ച റബ്ബിന്റെ പിടുത്തത്തിലാണ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. നമുക്കൊക്കെ റിസ്ക് നൽകുന്നവൻ പടച്ച റബ്ബാണ്. അല്ലാഹുവാണ് റസ്സാഖ്, സർവശക്തനായ അല്ലാഹു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് പറഞ്ഞു തരുന്നൊരു ചരിത്രം, മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി. ഒരാളുടെ മുഖ്യമായ വിഷയം പരലോകമാണെങ്കിൽ അല്ലാഹു അയാളുടെ ഹൃദയത്തെ ധന്യത കൊണ്ട് നിറക്കും. അയാളുടെ കയ്യിൽ നിങ്ങൾ കാണുന്നത് പോലെയുള്ള ഭൗതികമായ വിഭവങ്ങളും സൗകര്യങ്ങളും ഇല്ലെങ്കിലും അയാൾ ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ധന്യനായിരിക്കും, ഐശ്വര്യവാനായിരിക്കും. വജമഅ ലഹു ശംലഹു, അയാളുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കുമെന്നാണ്. വഅതത്ഹു ദുനിയാ വഹിയ റാഗിമ, ദുനിയാവ് മൊത്തം അയാളുടെ മുന്നിലേക്ക് കടിഞ്ഞാണിട്ട് കീഴ്പ്പെട്ടതുപോലെ അയാളുടെ അടുക്കലേക്ക് വരും. ദുനിയാവ് അയാൾക്ക് വേണ്ടുവോളം ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും പറ്റുന്ന രീതിയിൽ ദീനിന്റെ വിഷയത്തിൽ ലവലേശം വിട്ടുവീഴ്ചയില്ലാതെ പടച്ചറബ് പറഞ്ഞതനുസരിക്കുവാൻ തയ്യാറായി പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് റബ്ബിന്റെ ഇഷ്ടം എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നേറുന്ന ആളുകൾക്ക് അള്ളാഹു ഓഫർ ചെയ്ത സംഗതിയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അയാളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. അയാളുടെ മനസ്സ് നിറയെ അള്ളാഹു ഐശ്വര്യവും ധന്യതയും നൽകും. ദുനിയാവ് ഒന്നടങ്കം അയാളുടെ കാൽക്കീഴിലേക്ക് വരും. എന്നാൽ വമൻ കാനത്തിദ് ദുനിയാ ഹമ്മഹു, ഒരാളുടെ മുഖ്യ വിഷയം ദുനിയാവാണെങ്കിൽ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അയാളുടെ കൺമുന്നിൽ എപ്പോഴും ദാരിദ്ര്യത്തെ എല്ലാറ്റിനും ആവശ്യമുള്ളവനാക്കി അള്ളാഹു അയാളെ മാറ്റും. വഫറഖ അലൈഹി ശംലഹു, അയാൾക്ക് തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി, രോഗങ്ങളായി, അതേപോലെ തന്നെ പ്രയാസങ്ങളായി, ബുദ്ധിമുട്ടുകളായി വന്നുകൊണ്ടേയിരിക്കും. വലം യഅതി മിനദ് ദുനിയാ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, ദുനിയാവാണെങ്കിലോ പടച്ചവൻ കണക്കാക്കിയതല്ലാത്ത ഒന്നും, ഒരു വറ്റ് പോലും കൂടുതൽ കഴിക്കാൻ അയാൾക്ക് സാധിക്കുകയില്ല. അപ്പോ ദുനിയാവ് വാരിപ്പുണർന്ന് ദീൻ വിറ്റൊഴിവാക്കുന്ന ആളുകൾ എത്രമാത്രം ഹതഭാഗ്യരാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചറബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ. അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, ഞങ്ങളുടെ മുസീബത്ത്, ആപത്തുകളും അപകടങ്ങളും ഞങ്ങളുടെ ദീനീ വിഷയത്തിലാക്കരുത് പടച്ചവനെ. വലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ, ദുനിയാവ് ഞങ്ങളുടെ ഏറ്റവും മുഖ്യമായ വിഷയമാക്കി ഞങ്ങൾ നീ പരീക്ഷിക്കരുത് എന്ന് പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിന്റെ വിഷയത്തിൽ നീക്കുപോക്കില്ലാതെ പരലോകത്തെ ഓർത്തുകൊണ്ട് ദുനിയാവിന് അതിൻ്റെതായ വില മാത്രം നൽകിക്കൊണ്ട് മുന്നേറുവാൻ നാം ശ്രമിക്കുമ്പോൾ ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തും വിജയവും നമുക്കായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. സർവശക്തനായ അള്ളാഹു ആ ശരിയായ പാതയിലൂടെ സഞ്ചരിച്ച് ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അള്ളാഹു നമ്മെ ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.